ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ ദിവസങ്ങളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പം പനിയൊക്കെയാണെന്ന്, എല്ലായിടത്തും പനിയൊക്കെയാണ്. അപ്പം ഇവിടെ എല്ലാവർക്കും പനിയായിരുന്നു. മേജിനൊക്കെ പനി പിടിച്ചു. അങ്ങനെ കുറേ ഹോസ്പിറ്റലും കാര്യങ്ങളായിട്ടൊക്കെ നടക്കുമായിരുന്നു. അപ്പം വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ന് മൈജിന് 6 മാസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ ഹാഫ് ബർത്ത്ഡേ കഴിഞ്ഞിരിക്കുകയാണ് മൈജിൻ്റെ. അപ്പം ഞാൻ ആ ഒരു 6 മന്ത് സ്റ്റാർട്ട് ചെയ്തൊരു ഫസ്റ്റ് 2 വീക്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സോളിഡ് ഫുഡ്സ് കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇനി ആളെ ഉറക്കമൊക്കെ വേണം. കുളിപ്പിച്ചിട്ടൊന്നുമില്ല, എഴുന്നേറ്റ് കുറച്ച് നേരം ആയതേ ഉള്ളൂ. ഇനി ആളെ കുളിപ്പിച്ച് ഉറക്കിയിട്ടൊക്കെ ഇനി ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവാണെന്ന് ഫീൽ ചെയ്യുന്നവർക്കും കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവാണെന്നൊക്കെ ഫീൽ ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വെയിറ്റ് ഗെയിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് ആണ് ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ബേബി ഫുഡ്സൊക്കെ, സോളിഡ് ഫുഡ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് സ്റ്റാർട്ടിങ്ങിൽ പല സംശയങ്ങളും കാണും. അപ്പം എനിക്കും അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. എന്ത് ഫുഡാണ് കൊടുക്കുക, ഏതാണ് ബെസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവർക്ക് ദോഷം ചെയ്യത്തില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. ആദ്യം കുറച്ചളവിൽ കൊടുക്കുക, പിന്നീട് അതിൻ്റെ ആ ഒരു ഇത് കൂട്ടി നമുക്ക് പല പല ഫുഡ്സ് ഇതാക്കാവുന്നതാണ്. അപ്പം ഞാൻ 6 മാസം തുടങ്ങിയ സമയത്ത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ വീക്കിലും ഓരോരോ കാര്യങ്ങൾ നമുക്ക് കൊടുത്ത് നോക്കാം, പരീക്ഷിച്ച് നോക്കാം, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ഞാൻ കുറുക്കാണ് കൊടുത്തത്. പഞ്ഞിപ്പുല്ല് എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുക. റാഗി, കൂരകം, കറുകപ്പുല്ല്, അങ്ങനെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. അപ്പം ഞാൻ അതാണ് ഫസ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു നെക്സ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് വേറൊരു റെസിപ്പി നോക്കി. അപ്പം ആ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇനിയിപ്പം ആൾ നിർബന്ധമൊക്കെയാണ്. അപ്പോൾ ഉറക്കിയിട്ടൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് അണ്ടിപ്പരിപ്പുണ്ട്, ബദാമുണ്ട്. ഇത് ഞാൻ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടാണ്. കാരണം ഈ ബദാമിൻ്റെ തൊലി നമുക്ക് കളയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട. അപ്പം അത് തലേന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്ന് നമുക്കതിൻ്റെ തൊലി, അതിൻ്റെ ആ ഒരിത് മേലത്തെ ആ ലെയർ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ അണ്ടിപ്പരിപ്പും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും വെള്ളത്തിൽ ഇടുന്നത് നല്ലതാണ്. കാരണം മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലെയർ നീക്കിയിട്ട് നമുക്കത് ഒരു ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം. ആണെങ്കിൽ ബദാമിൻ്റെ ആ ഒരു ലെയർ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൂടെ ആ നട്ട്സും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സ് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പോകുന്ന ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഞാൻ ഇതെന്ന് പറയുമ്പോൾ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉണ്ടാക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് ഇച്ചിരി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാനിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അതിനകത്തെ ആ ഒരു കുരു എടുത്ത് കളഞ്ഞിട്ട് നമുക്കത് ആ ജാറിലോട്ടിടാം. നല്ല മിക്സ് ചെയ്ത് ഈ ഒരു തിക്നെസ്സിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്യണം. അപ്പം ഇത് നമുക്കിനി ചൂടാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഗ്യാസിലോട്ട് ബൗൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇനി കുറച്ച് ഞാൻ പനങ്കൽക്കണ്ടം കഴുകി പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പനങ്കൽക്കണ്ടം ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട്. 1 വയസ്സിന് മുമ്പ് വരെ കുഞ്ഞുങ്ങൾക്ക് ഷുഗർ, സോൾട്ട്, ഹണി, കൗ മിൽക്കൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പം ഷുഗർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മധുരം ഇല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ കുടിക്കാറില്ല. അപ്പം ഞാൻ കൽക്കണ്ടമാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് 1-2 സ്പൂൺ ഇതിലോട്ട് അവരുടെ ആ ഒരു ആവശ്യം അനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. മധുരത്തിൻ്റെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കില്ല. കാരണം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൻ്റെ ടേസ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ മാറി കൽക്കണ്ടത്തിൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ കുടിക്കത്തില്ല. അപ്പം 1-2 സ്പൂണ് കൽക്കണ്ടം പൊടിച്ചതും കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് പനക്കൽക്കണ്ടം പൊടിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. 1 സ്പൂണ് അല്ലെങ്കിൽ ഒരു
1.5 സ്പൂണ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ടേസ്റ്റ് മധുരം ഉണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യം ഈ ഒരു കുറുക്കിന് വരുന്നില്ല. ഇപ്പോൾ ഉണ്ടാക്കുന്ന ആ ഒരു മിക്സിന് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ബദാമിനൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ആ ഒരു ഫ്ലേവർ പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഇതിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെട്ടു, ഈ ഒരു കുറുക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടി കൽക്കണ്ടം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലതുപോലെ ചൂടായി ഒന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഇതിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയും വേണ്ടി വരില്ല. അതിന് മുമ്പ് തന്നെ ഇതൊരു കുറുക്ക് പോലെ ആവുന്നതാണ്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ വേണ്ട കുറുക്ക് ഏകദേശമൊക്കെ സെറ്റായി വരുന്നു തുടങ്ങി. ഫീഡിങ് ബോട്ടിലാണ് നിങ്ങൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഫീഡിങ് ബോട്ടിലല്ല, ഞാൻ കുറുക്കായിട്ടാണ് കൊടുക്കാറ്. മാക്സിമം കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ് ബോട്ടിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഫീഡിങ് ബോട്ടിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത സമയങ്ങളിലൊക്കെ മാക്സിമം ബൗളിൽ തന്നെ സ്പൂൺ കൊണ്ട് അവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ആ ഫീഡിങ് ബോട്ടിൽ അല്ലെങ്കിൽ നിപ്പിളിൻ്റെ ആ ഒരു യൂസ് മാറ്റി കുഞ്ഞുങ്ങളിൽ എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫീഡിങ് ബോട്ടിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ട് ബൗളിലായിട്ട് കോരി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം കുറുക്കൊക്കെ ഇങ്ങനെ ഇതിപ്പോൾ ആയി വരുന്നുണ്ട്. ആ ഒരു തിക്നെസ്, ഇതിൻ്റെ തിക്നെസ് എത്രത്തോളം വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എത്ര തിക്നെസ്സിലാണ് കടിക്കുന്നതെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു തിക്നെസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. അപ്പം ഞാൻ നല്ല തിക്കായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇത് കുറച്ചും കൂടെ ആവാനുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റിൽ കുക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചുകൂടെ തിക്കായിട്ട് എടുക്കാം. ഞാൻ എപ്പോഴും ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ആദ്യം വെച്ചിരുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഒരുപാട് കുറഞ്ഞത് ഇപ്പോൾ ഒരു കുറുക്കി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുക്കാറ്. അപ്പം ഇതിന് ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാറായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം കൊടുക്കാവുന്നതാണ്. ഞാൻ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കാണിക്കുന്ന പീഡിയാട്രീഷ്യനോട് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാവോ. അപ്പം ഒരു 120 ഡേയ്സ് കുഞ്ഞുങ്ങൾക്ക് ആയിക്കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ 150 ഡേയ്സ് ആയപ്പോഴാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇതാണ് നമ്മുടെ റെസിപ്പി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.